എല്ലാ ഇമോഷൻസിനെയും ഒരേപോലെ ബാലൻസ് ചെയ്യുന്ന ഒരു ആളായിരുന്നല്ലോ പത്മരാജൻ. 2 തവണ എങ്ങാണ്ടാ ദേഷ്യപ്പെട്ടത് അല്ലേ? അതൊരിക്കൽ ആരായിരുന്നു, ഏതോ പുസ്തകത്തിൻ്റെ കൂടെ വിടേനെക്കുറിച്ച് ഏതോ ഒരു പടത്തിൻ്റെ ഡിസ്കഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു അജയൻ വീട്ടിൽ തന്നെ ഒരുപാട് കല്യാണത്തിന് മുമ്പൊക്കെ അവിടെ തന്നെ സ്ഥിരം താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സംവിധായകനായിട്ട് അജയൻ തോപ്പിൽ ഭാസിയുടെ മോനൊക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് ഇവരെന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആരോ എഴുതിയൊരു പുസ്തകത്തിനെ കുറിച്ചാണ് ഒരു ചർച്ച വന്നു. അപ്പം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അങ്ങേര് എന്തോ പറഞ്ഞു ഓടിയിരുന്ന്. അപ്പം മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെടുകയില്ലായിരുന്നു. എല്ലാവർക്കും അദ്ദേഹം കണ്ട പേടിയാ, കണ്ണൊക്കെ നോക്കി എല്ലാവരും സംസാരിക്കൂല അധികം. അതെ. എന്നെ ഒന്നും വഴക്ക് പറയുകയോ ഒന്നും ചെയ്യില്ല. അവർ ഒരു ചിരിയോടെ ഞാൻ പറയണ മുഴുവൻ കേട്ടോണ്ടിരിക്കും. രാജേഷ് തിരിച്ചു വഴക്ക് പറയായിരുന്നോ? വഴക്ക് പറയില്ല, അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. തമ്മിത്തല്ലാത്തൊരു കുടുംബമായിരുന്നു. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാത്തൊരു കുടുംബം, പറഞ്ഞാൽ വിശ്വസിക്കില്ല. അടുത്ത വീട്ടിലൊരു ശാന്ത ചേച്ചി എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലമാണ്, അവരുടെ അനിയത്തിൻ്റെ സ്ഥലമാണ് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ വീട് വെച്ച സ്ഥലം. അപ്പം ഞങ്ങൾ ദിവസവും രാവിലെ വൈകിട്ടോ കുറച്ച് നടക്കാൻ ഇതുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പോഴിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടാണ് നടക്കുക. അപ്പോൾ ശാന്ത ചേച്ചി അപ്പുറത്തെ വീട്ടുകാരോ അവിടെ സിനിമ പോലെയാണ് എന്ന് പറയുമായിരുന്നു.